ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ തമ്മിൽ നിങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. അതിനെപ്പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. എന്നിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചൊല്ലി പ്രാർത്ഥിക്കുന്നതാണ്. എന്താ പറയുക, മാതാവിൻ്റെ അനുഗ്രഹം ഉള്ളതാണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ മീൻസ് അതുമായിട്ട് എൻ്റെ ലൈഫിലുള്ള ബ്ലെസ്സിങ്സ് എങ്ങനെയാണെന്നും അതൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുന്ന ഒരു കുഞ്ഞു വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പം ഇതാണ് എൻ്റെ ജപമാല. ഓക്കെ, അപ്പം ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഈ ജപമാലയാണ് ഞാൻ കൊണ്ടുപോകുന്നത്. ഞാൻ പ്രാർത്ഥിക്കുന്നതും ഈ ജപമാല വെച്ചിട്ടാണ്. ഇപ്പം കുരിശ് വരയ്ക്കണ സമയത്ത് മറ്റേ വലിയ ജപമാല വലിയ കൊന്ത വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലാത്തപ്പോൾ എൻ്റെ കൂടെ ഒരു സന്തത സഹചാരിയായിട്ട് എൻ്റെ കൂടെ ഉള്ള ഒരു ജപമാല ഇതാണ്. അപ്പം സാധാരണ ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പം ഞാൻ ഓരോ രഹസ്യം, നമുക്ക് 5 രഹസ്യത്തെ ധ്യാനിച്ചിട്ടാണല്ലോ നമ്മൾ ഓരോ ദിവസവും ചെല്ലുന്നത്. അപ്പോൾ അതിനകത്ത് ഓരോ രഹസ്യത്തിലും ഓരോ രഹസ്യം ഞാൻ ചൊല്ലിക്കഴിഞ്ഞ് കഴിയുമ്പം എൻ്റെ നിയോഗം എന്താണോ ഞാൻ പ്രാർത്ഥിക്കുന്ന നിയോഗം, ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ആദ്യമേ ഫസ്റ്റത്തെ രഹസ്യം ചൊല്ലിക്കഴിഞ്ഞിട്ട്, ഇപ്പോൾ നമ്മുടെ എന്ത് നിയോഗം ആയിക്കോട്ടെ, ഞാനിപ്പോൾ ആദ്യമേ പറയുന്നത് എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ കൊന്ത സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെ പറഞ്ഞിട്ട് പരിശുദ്ധ അമ്മയോട് നന്ദി പറഞ്ഞിട്ട് ഞാൻ ആ ഒരു രഹസ്യം കംപ്ലീറ്റ് ചെയ്യും. പിന്നെ അടുത്തത് ചെല്ലുമ്പം എന്തെങ്കിലും ഒരു നിയോഗം, ഇപ്പം മെയിനായിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കഴിഞ്ഞ 2-3 വീഡിയോസിന് മുന്നേ ആയിട്ട് ഞാൻ ഇടുന്ന വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻസ് നമുക്ക് വരുന്നുണ്ട്. ഒരുപാട് കമൻസിനേക്കാളും നിയോഗങ്ങൾ, പ്രാർത്ഥനാ സഹായങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞാൻ അവരുടെ നിയോഗങ്ങൾ എല്ലാം പറഞ്ഞിട്ട് അവരുടെ നിയോഗങ്ങൾക്കാണ് ഞാൻ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു രഹസ്യത്തിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. മീൻസ് അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഇപ്പം എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏകദേശം എല്ലാവരും അവനവൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്ക് ഇങ്ങനെ പേഴ്സണൽ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, വചനം കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം അതിനകത്ത് പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. മീൻസ് പ്രാർത്ഥിക്കാനായിട്ട് വേണ്ടിയിട്ടൊരു പ്രയർ ചെയ്യാമോ, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ എന്താ പ്രയറിൽ ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ മീൻസ് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്നും പറഞ്ഞ് ഒരുപാട് തടസ്സങ്ങൾ വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് എനിക്ക് അങ്ങനെ പ്രയർ റിക്വസ്റ്റ് വരുന്നുണ്ട്. അപ്പം അവരോട് കൂടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഏകാഗ്രമായിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ, സങ്കടങ്ങളെല്ലാം നമുക്കുണ്ടാവും. അപ്പം ഏകാഗ്രമായിരുന്നു പ്രാർത്ഥിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ചിന്തകളൊന്നും വരാതെ, അതായത് നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പം നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ആലോചിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിക്കണ്ട, അങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. നമ്മൾ ഏകാഗ്രമായിട്ട് വേറെ ചിന്തകളോ കാര്യങ്ങളോ ഒന്നും വരാതെ പ്രാർത്ഥിക്കുമ്പം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ വിഷമങ്ങൾ അല്ല നമ്മുടെ തടസ്സങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകും, അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ആ ഒരു ഏകാഗ്രത നമുക്ക് നഷ്ടപ്പെടും. നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ എന്താ ചെയ്യുക, ഈശോയോട് പ്രാർത്ഥിക്കുമ്പം നമ്മൾ ജപമാല ചൊല്ലി ഇപ്പോൾ കൊന്തയിൽ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, ദൈവമേ നീ എനിക്ക് തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ആദ്യം പ്രാർത്ഥിക്കുക. ഭയങ്കര കൊതുകൊണ്ട് കേട്ടോ ഇവിടെ. ഓക്കെ, നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ആ നന്ദി പറഞ്ഞു കഴിയുമ്പം ഈശോ നമുക്ക് എന്താ പറയുക, ആ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങൾ നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കും തോറും നമുക്ക് ദൈവം ഒരുപാട് നമ്മുടെ മനസ്സിൽ ഉള്ള വിഷമങ്ങളെ ഒന്ന് കവർ ചെയ്ത് മീൻസ് നമ്മുടെ വിഷമങ്ങളെ നമുക്ക് മറക്കാനുള്ളൊരു ശക്തി, മറക്കാനെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ വിഷമങ്ങളെ നമുക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദൈവം നമ്മളെ അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഒരു തോന്നലൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, എനിക്ക് പേഴ്സണലി അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ മാതാവിനടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴാണെങ്കിൽ, നമ്മൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അമ്മയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ.
അപ്പോൾ നമ്മളതിൻ്റെ അർത്ഥം മനസ്സിലാക്കി, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, നമ്മൾ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കാനുള്ള ഒരു അങ്ങനെയുള്ളൊരു മൈൻഡ് കിട്ടും. എനിക്കങ്ങനെ കിട്ടിയിട്ടുണ്ട്, പലപ്പോഴും കിട്ടിയിട്ടുണ്ട്. പിന്നെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമ്പം എൻ്റെ അടുത്ത് എന്നെ അറിയാവുന്നവരും ഞാൻ അറിയാവുന്നവരുമായിട്ടുള്ള ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് നിയോഗം വെച്ചിട്ടാണോ നമ്മൾ ആ ഒരു രഹസ്യം, ആ ഒരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നത്, ആ ഒരു കാര്യം, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നമുക്കത് നടന്ന് കിട്ടി, എനിക്കത് നടന്ന് കിട്ടിയെന്നും പറഞ്ഞതിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിനൊരു ഉത്തരം കിട്ടണമെങ്കിൽ ആ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഇതും കൂടെ ഉണ്ട്. അപ്പോൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക, ചുമ്മാ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല, നമുക്ക് ഈശോയോടുള്ള സ്നേഹം, അതായത് ഈശോ നമുക്ക് വേണ്ടിയിട്ട് കുരിശിൽ മരിച്ചു. അപ്പം വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എനിക്കറിയത്തില്ല. അപ്പം ആ ഒരു കുരിശു മരണമൊക്കെ ഓർത്തുകൊണ്ട് എനിക്ക് പലപ്പോഴും, അത് നമ്മൾ ദുഃഖവെള്ളിയാഴ്ച മാത്രമല്ല, ദുഃഖവെള്ളിയാഴ്ച മാത്രമല്ല, അല്ലാതെ പലപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തും ഒക്കെ എനിക്ക് വിഷമം വരാറുണ്ട്, സങ്കടമൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട്. അതിൽ പറയാനൊരു നാണക്കേടുമില്ല. അപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് മാതാവിനോട് പറയും, ഈശോയോട് പറയും, ഈശോയെ എൻ്റെ ഒരു മനസ്സിന് വിഷമം ഇതാണ്, എനിക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല, എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാൻ മേല. അപ്പം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോയുടെ തിരുക്കുരിശിനോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോയുടെ തിരു രക്തത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, ഈശോയുടെ തിരു ഹൃദയത്തിനോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ നിയോഗം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അതെൻ്റെ പ്രാർത്ഥനയാണ്. എല്ലാവരും എങ്ങനെയാണ് സ്വന്തമായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ പ്രെയർ ഒന്ന് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. ഞാനങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് വിഷമം വരും കേട്ടോ. എനിക്കറിയത്തില്ല, അങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ ചുമ്മാതെ പറയുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് തൊണ്ടയിടറുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ഞാനങ്ങനെ പ്രെയർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിൽ നന്മയോടുകൂടി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക. കൊന്തയല്ലേ പ്രാർത്ഥിക്കേണ്ടവർക്ക്, അവനവൻ്റെ വിശ്വാസം എങ്ങനെയാണോ അതുപോലെ പ്രാർത്ഥിക്കാം. ഞാൻ എൻ്റെ വിശ്വാസം ഷെയർ ചെയ്തു, എൻ്റെ ഒരു എക്സ്പീരിയൻസ് മീൻസ് എൻ്റെ ഒരു അനുഗ്രഹം ഞാൻ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അല്ല മീൻസ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ സംസാരിക്കാനൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിയാവുന്ന പോലെ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ് എൻ്റെ പ്രാർത്ഥനാ കാര്യങ്ങളൊക്കെ. ഒരുപാട് പേര് പ്രെയർ റിക്വസ്റ്റൊക്കെ അയക്കുന്നുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഈശോയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തക്ക സമയത്ത് ദൈവം നടത്തി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെയൊക്കെ മീൻസ് പ്രാർത്ഥനാ നിയോഗങ്ങൾ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് കുറേ പേരുടെ നിയോഗങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും എനിക്ക് ഒത്തിരി വിഷമം ഉണ്ടാവാറുണ്ട്. അത് ഈശോയെ അതെങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ദൈവം നടത്തി കൊടുക്കട്ടെ. എല്ലാവർക്കും അവനവൻ്റെ പ്രശ്നങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. അവനവൻ്റെ കാര്യങ്ങളെല്ലാം, അവനവൻ്റെ സങ്കടങ്ങളെല്ലാം എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള സങ്കടങ്ങളാണെന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാലും ദൈവം ഒരു വഴി എവിടെയെങ്കിലും കാണിച്ചു തരും. അത് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. മഴ വരുന്നുണ്ട്, ഇനിയിപ്പം ഭയങ്കര സൗണ്ടായിരിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല വീഡിയോസായിട്ട് വരാം. ചാച്ചാ.